2 വർഷത്തെ രാപ്പകലില്ലാത്ത അധ്വാനം, ഊണും ഉറക്കവും ഒഴിച്ച് 22 ലക്ഷം ചെറുപ്പക്കാർ നെഞ്ചിലേറ്റിയ ഒരു വലിയ സ്വപ്നം. നീറ്റ് എക്സാം ചോദ്യപേപ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിറ്റുതുലച്ചപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവർ എന്തെടുക്കുകയായിരുന്നു? സ്വന്തം യോഗ്യതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന യുവാക്കളുടെ നിരാശയ്ക്ക് ആരാണ് മറുപടി പറയുക? ചോദിക്കുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളാണ്, അവരുടെ കണ്ണീരു കണ്ട മാതാപിതാക്കളാണ്. പരീക്ഷ ചോർന്നാലും ചോദ്യപേപ്പറുകൾ വിറ്റുതൊലച്ചാലും അധികാരം വിട്ടൊഴിയില്ലെന്ന വാശിയിൽ ഇരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തോടാണ് ഈ ചോദ്യങ്ങൾ അത്രയും. ഓർത്തു നോക്കൂ, BJP ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം എത്ര തവണയാണ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത്? ഒന്നും രണ്ടുമല്ല, 80 തവണയാണ്. രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് വെറുമൊരു പേപ്പർ ചോർച്ചാ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നീറ്റ് പരീക്ഷ അഴിമതിക്ക് പിന്നാലെ പരീക്ഷ എഴുതാത്ത CBSE വിദ്യാർത്ഥികളെ പോലും ഓൺ സ്ക്രീൻ മാർക്കിംഗ് പരിഷ്കാരത്തിലൂടെ കണ്ണീര് കുടിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നും പുറത്തുവരുന്ന അഴിമതി കഥകൾ കേട്ട് രാജ്യം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിസ്റ്റത്തിലെ വൻ സുരക്ഷാ വീഴ്ചകളും ഡാറ്റ ചോർച്ചകളും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയത് ആരാണെന്നറിയാമോ? വെറും 16ഉം 17ഉം വയസ്സുള്ള കൗമാരക്കാരായ കുട്ടികളാണ്. തങ്ങളുടെ സാങ്കേതിക മികവ് കൊണ്ട് ഈ തകർന്ന സിസ്റ്റത്തിന്റെ കള്ളത്തരങ്ങൾ അവർ ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവന്നു. അപ്പോഴാണ് നാണക്കേട് മറക്കാൻ CBSE അടുത്ത നാടകവുമായി ഇറങ്ങുന്നത്. അഴിമതിയും പരാജയവും മൂടിവെക്കാൻ CBSE ഡയറക്ടറെ അടിയന്തരമായി പുറത്താക്കി അധികാരികൾ കയ്യടി നേടാൻ നോക്കുകയാണ്. സ്വന്തം ഭരണപരാജയം മറക്കാൻ ഉദ്യോഗസ്ഥരെ ബലിമൃഗങ്ങളാക്കുന്ന ഈ തരംതാണ കളി കണ്ട് കൈയടിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. ഈ പരാജയങ്ങളുടെയെല്ലാം ധാർമ്മിക ഉത്തരവാദിത്തം ഏൽക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് ചെയ്യുന്നത്? കൈമലർത്തുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും പ്രധാനമന്ത്രി മൗനത്തിലാണ്. ഇതിലും വലിയ എന്ത് ദുരന്തമാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വരാനുള്ളത്? ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യം പ്രസക്തമാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ നോക്കുന്നത് രാജ്യത്തെ വരും തലമുറയുടെ ഭാവിയല്ല, RSSന്റെ ഭാവിയാണ്. യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നതല്ല, RSSകാരനാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ വലിയ സർവകലാശാലകളിൽ വൈസ് ചാൻസലറാകാം. അധ്യാപക നിയമനത്തിന് ABVP പരിചയം അനിവാര്യമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും എടുത്തു മാറ്റുന്നു. പകരം സവർക്കറും മനുസ്മൃതിയും കടന്നുവരുന്നു. ക്ലാസ് മുറികളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികൾക്ക് അനുവാദമില്ല. അധ്യാപകരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗിന് പകരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു സെമസ്റ്ററിൽ വെറും 5 ക്ലാസ് മാത്രം എടുത്ത കോളേജ് അധ്യാപകൻ വിദ്യാർത്ഥികളോട് RSS പരിപാടിയിൽ പങ്കെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു. അതാണത്രേ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്കിന് ആധാരം. എന്തൊരു വിരോധാഭാസമാണിത്? ലക്ഷ്യം വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും തകർത്ത് ഒരു പ്രത്യേക അജണ്ടയിലേക്ക് മാറ്റുക. തങ്ങളുടെ തകർന്ന ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന 17 വയസ്സുള്ള കുട്ടികളെപ്പോലും രാജ്യദ്രോഹികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ച് നിശബ്ദരാക്കാൻ നോക്കുകയാണ്. ഭരണപരമായ പരാജയത്തിന്റെ പേരിൽ മന്ത്രിമാർ രാജിവെക്കുന്ന നൈതികതയൊക്കെ പണ്ടേ പഴങ്കഥയായി കഴിഞ്ഞു. ഉയർത്തിപ്പിടിക്കാൻ സ്വന്തമായി ധാർമ്മികതയില്ലാത്തവർ രാജ്യ ആവശ്യങ്ങളിൽ അസ്വസ്ഥരായിട്ട് എന്ത് കാര്യം? പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, ഈ തകർന്ന സിസ്റ്റത്തോടുള്ള നിരാശ ഒരു നാൾ വലിയൊരു രോഷമായി മാറും. അധികാരത്തിന്റെ തണലിൽ എത്രയൊക്കെ അടിച്ചമർത്തിയാലും സ്വന്തം ഭാവിക്കായി ഇന്ത്യയിലെ യുവത തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. വരാനിരിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റുകളെ നേരിടാൻ ഈ സർക്കാരിന് സാധിക്കുമോ? പരീക്ഷാ പേപ്പറുകൾ ചോർത്തിക്കൊടുത്താലും ഈ രാജ്യത്തെ യുവത്വത്തിന്റെ വീര്യവും ചോദ്യം ചെയ്യാനുള്ള ആർജവവും ചോർത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം.